എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. സ്പർശനത്തിലൂടെയും കരുതലിലൂടെയുമുള്ള ഒരു ആനന്ദത്തെക്കുറിച്ച്, പരസ്പരം മനസ്സിലാക്കുന്നതിനെക്കുറിച്ച്. ഏതൊരു ബന്ധത്തിലായാലും പങ്കാളികൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ അധികം മുഖവരിയില്ലാതെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാമല്ലേ? നോക്കൂ, ഈയൊരു വാചകം ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനമാണ്, അല്ലേ? കാരണം നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിൽ ഈ പറയുന്ന കൃത്യത, ശ്രദ്ധ, അതൊക്കെ എത്രത്തോളം നിർണായകമാണെന്ന് ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും ചെറിയൊരു കാര്യം പോലും ഒരു അനുഭവത്തെ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അതെ, ഇവിടെയാണ് പലർക്കും ഒരു പ്രശ്നം പറ്റുന്നത്. ഉദ്ദേശമൊക്കെ വളരെ നല്ലതായിരിക്കും, ഒരുപാട് സ്നേഹത്തോടെയാവും സ്പർശിക്കുന്നതും. പക്ഷേ വേണ്ടത്ര അറിവോ ശ്രദ്ധയോ ഇല്ലെങ്കിൽ ആ സ്പർശനം തന്നെ പങ്കാളിക്ക് ഒരു അസ്വസ്ഥതയോ ചിലപ്പോൾ ഒരു വേദനയോ പോലും ഉണ്ടാക്കിയേക്കാം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതുകൊണ്ടെന്താ മനസ്സിലാക്കേണ്ടത്? കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനോ ഒരു സഹായം തേടാനോ ഒക്കെ ഒരു മടിയും വിചാരിക്കരുത്. ഇത് തികച്ചും നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരുമിച്ച് കാര്യങ്ങൾ പഠിക്കുകയും കണ്ടെത്തുകയുമൊക്കെ ചെയ്യുന്നത് ഏത് ബന്ധത്തെയും കൂടുതൽ സ്ട്രോങ് ആക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: എങ്ങനെയാണ് ഈ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ശരിയാക്കാൻ പറ്റുക? അതിൻ്റെ ഉത്തരം ഒന്നേയുള്ളൂ: വ്യക്തവും സൗമ്യവുമായ കമ്മ്യൂണിക്കേഷൻ. അതെ, ആശയവിനിമയം തന്നെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം അതിനെക്കുറിച്ചാണ്. ഇതൊരു ടീം വർക്കായിട്ട് കണ്ടാൽ മതി. അയ്യോ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് വിമർശിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ പങ്കാളിയുടെ കൈകൾ പതുക്കെ പിടിച്ച് നോക്ക്, എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം എന്ന് കാണിച്ചു കൊടുക്കുന്നത്. ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ഒരുമിച്ചുള്ളൊരു യാത്രയാണ്, അല്ലാതെ ഒരു പരീക്ഷയല്ല. ശരി, ഇനി നമുക്ക് കാര്യത്തിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് വരാം. പക്ഷെ പേടിക്കണ്ട, ഒരു ബയോളജി ക്ലാസ് പോലെ ബോറടിക്കാൻ പോകുന്നില്ല. പകരം ഒരു പുതിയ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നതുപോലെ, അതിൻ്റെ ഭൂമിശാസ്ത്രം പഠിക്കുന്നതുപോലെ നമുക്കിതിനെ സമീപിക്കാം. രസകരമായിരിക്കും, ഞാൻ ഉറപ്പു തരുന്നു. അപ്പം നമ്മുടെ യാത്രയിലെ ആദ്യത്തെ പോയിന്റ് ഇതാണ്: വൾവ. അതായത് തുടകളുടെ ഉൾഭാഗവും ബാഹ്യദളങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഏരിയ. ഇവിടെ വളരെ മൃദുവായി ഒന്ന് തന്നോടി തുടങ്ങുന്നത് ഉത്തേജനം വളരെ പതുക്കെ ഉണർത്താൻ സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഒരു തിടുക്കവും കാണിക്കരുത്. നമ്മുടെ ഈ മാപ്പിലെ അടുത്ത ലൊക്കേഷൻ ആന്തരിക തളങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്, പക്ഷേ അതേസമയം വളരെ ഡെലിക്കേറ്റുമാണ്. അതുകൊണ്ട് ഇവിടെ വളരെ സൗമ്യമായ സ്പർശനം മാത്രം മതി. ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഇടമാണിത്. ഓക്കെ, ഇനി നമ്മൾ എത്തുന്നത് ഈ മുഴുവൻ യാത്രയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ്. അതെ, ക്ലിറ്ററിസ്. സ്ത്രീയുടെ ലൈംഗിക ആനന്ദത്തിന്റെ ഒരു കേന്ദ്രബിന്ദു എന്ന് തന്നെ പറയാം. ഇതിന്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കിയാൽ തന്നെ പാതി വിജയിച്ചു എന്ന് പറയാം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഇതിനെ സമീപിക്കുമ്പോഴും നമുക്കൊരു പ്രത്യേക ശ്രദ്ധ വേണം, ഒരു പ്രത്യേക രീതി തന്നെ വേണം. വെറുതെ എന്തെങ്കിലും കാണിച്ചാൽ പോരാ. അപ്പോൾ അതെങ്ങനെ വേണമെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. ഇതൊരു കാരണവശാലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു വിട്ടുവീഴ്ചയും പാടില്ല. നേരിട്ടുള്ള സ്പർശനം തുടങ്ങുന്നതിന് മുൻപ് ആ ഭാഗത്ത് ആവശ്യത്തിന് നനവുണ്ട് എന്നുറപ്പുവരുത്തണം. അത് സ്വാഭാവികമായുണ്ടാകുന്നതായാലും ശരി, അല്ലെങ്കിൽ നമ്മൾ ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുന്നതായാലും ശരി. സുഖകരമായ ഒരു അനുഭവത്തിന് ഇത് മസ്റ്റാണ്. ഇവിടെ രണ്ട് രീതികളുണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒന്ന് ഡയറക്റ്റ് സ്റ്റിമുലേഷൻ, അതായത് ക്രിസരിയുടെ മുകൾ ഭാഗത്ത് നേരിട്ട് സ്പർശിക്കുന്നത്. ഇത് പല സ്ത്രീകൾക്കും ഒരുപാട് സെൻസിറ്റീവായി തോന്നാം, ചിലപ്പോൾ ഒരു അസ്വസ്ഥത വരെ ഉണ്ടാക്കാം. മറ്റൊന്ന് ഇൻഡയറക്റ്റ്, അതായത് അതിന് ചുറ്റുമുള്ള ഭാഗത്ത് സ്പർശിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതാണ് മിക്കവർക്കും കൂടുതൽ ആസ്വാദികരം. അതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇവിടെ രണ്ട് മെത്തേഡുകൾ പറയുന്നുണ്ട്: ക്രിസരിയുടെ ചുവട്ടിൽ ഉരസുന്നതും ചുറ്റും വട്ടത്തിൽ വിരലോടിക്കുന്നതും. രണ്ടും നല്ലതാണ്. പക്ഷേ ഈ രണ്ട് ടെക്നിക്കിനേക്കാളുമൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് മൂന്നാമത്തെ പോയിന്റ്: പങ്കാളിയുടെ പ്രതികരണം ശ്രദ്ധിക്കുക. അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് നോക്കുക. അവരുടെ ഓരോ ചെറിയ ശ്വാസം പോലും നമുക്കൊരു സൂചനയാണ്. അതനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ടു പോകാൻ. ഓക്കേ, പുറമേയുള്ള ഉത്തേജനത്തിലൂടെയൊക്കെ പങ്കാളി ശരിക്കും തയ്യാറായി നല്ല ലൂബ്രിക്കേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഉള്ളിലേക്കുള്ള പരിവേഷണത്തിലേക്ക് കടക്കാം. ഞാൻ ഒന്നുകൂടി പറയുന്നു, മതിയായ ഉത്തേജനവും ലൂബ്രിക്കേഷനും ഉണ്ടെന്ന് 100% ഉറപ്പുവരുത്തിയ ശേഷം മാത്രം. ഓക്കെ, ഇതൊരു നല്ല ടെക്നിക്കാണേ. നോക്കൂ, നിങ്ങളുടെ ഒരു കൈപ്പത്തി വൾവക്ക് മുകളിൽ വയ്ക്കുക. അതിൻ്റെ താഴ്ഭാഗം കൊണ്ട് പെൽവിക് എല്ലിൽ ചെറുതായി അമർത്തുക. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു പ്രഷർ തന്നെ ഒരു സുഖം നൽകും. അതേസമയം നിങ്ങളുടെ മറ്റേ വിരലുകൾ കൊണ്ട് പുറത്ത് ഉത്തേജിപ്പിക്കുകയും ചെയ്യാം. എന്നിട്ട് വളരെ പതുക്കെ നടുവിരൽ യോനിയിലേക്ക് പ്രവേശിപ്പിക്കാം. ഇത് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു രീതിയാണ്. ഉള്ളിൽ കടന്നു കഴിഞ്ഞാലും പര്യവേഷണം തുടരാം. ചില സ്ത്രീകൾക്ക് 2 അതിലധികമോ വിരലുകൾ ഉപയോഗിക്കുന്നത് ഇഷ്ടമായിരിക്കാം. ആ ഒരു ഫീലിംഗ്. അതുപോലെ ജി സ്പോട്ടിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ.
യോനിയുടെ മുൻവശത്തെ ഭിത്തിയിലുള്ള ആ ഭാഗം, അവിടെ വിരലിന്റെ അറ്റം കൊണ്ട് തലോടുന്നത് ചിലർക്ക് രതിമൂർച്ച വരെ നൽകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഓർക്കുക, ഇതെല്ലാം ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ഇരിക്കും. എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കേണ്ട സമയമാണ്. എങ്ങനെയാണ് താളം, സമ്മർദ്ദം, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ച് പങ്കാളിയെ ആ ഒരു പരമോന്നതമായ ആനന്ദത്തിലേക്ക്, രതിമൂർച്ചയിലേക്ക് എത്തിക്കുക? നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരേയൊരു വാക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, താളം എന്നതാണ്. റിതം. ക്രിസരിയിലായാലും യോനിയിലായാലും നിങ്ങളുടെ പങ്കാളിക്ക് ഇഷ്ടപ്പെട്ട ഒരു താളം നിങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റരുത്. അതേ താളത്തിൽ സ്ഥിരമായി മുറിച്ചു കളയാതെ തുടരുക. രതിമൂർച്ചയിലേക്കുള്ള ഹൈവേ ആണിത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. യോനിക്കുള്ളിലെ ഉത്തേജനം വളരെ നല്ലതാണ്, പലർക്കും ആസ്വാദ്യകരമാണ്, സംശയമൊന്നുമില്ല. എങ്കിലും ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കും രതിമൂർച്ചയുടെ താക്കോലിരിക്കുന്നത് ക്രിസരിയിലാണ്. അതെ, അവിടെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രധാന ശ്രദ്ധയും അവിടെ തന്നെ വേണം. അപ്പോൾ ഇതൊക്കെ കേട്ടു. ഇനി അവസാനം പരീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ഫൈനൽ ടെക്നിക്ക് ഏതാണെന്നൊരു സംശയം തോന്നാമല്ലേ? ഇതിലുണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും ഒരു സംഗ്രഹം. നന്നായി ലൂബ്രിക്കേറ്റ് ചെയ്ത 2 or 3 വിരലുകൾ. അത് ക്രിസരിയിലോ അതിനു ചുറ്റുമുള്ള ഭാഗത്തോ ആകാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉറച്ചതും എന്നാൽ സ്ഥിരവുമായ ഒരു താളം. ഈയൊരു ഫോർമുല ഓർത്തുവെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈയൊരു ചർച്ച അവസാനിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലോടെയാണ്. ഓർക്കുക, വിമർശനത്തേക്കാൾ എപ്പോഴും നല്ലത് പ്രോത്സാഹനമാണ്. ഈ പറയുന്ന ടെക്നിക്കുകളൊക്കെ നല്ലതാണ്, പക്ഷേ യഥാർത്ഥ ആനന്ദം വരുന്നത് നല്ല കമ്മ്യൂണിക്കേഷനിൽ നിന്നും പങ്കാളിത്തത്തിൽ നിന്നും പരസ്പരമുള്ള ആ ഒരു കരുതലിൽ നിന്നുമാണ്. ഇതൊരു പരീക്ഷയല്ല, ഒരുമിച്ചുള്ള ഒരു പഠനയാത്രയാണ്. അപ്പോൾ ആ യാത്ര ആസ്വദിക്കുക.